ഹായ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ് കഴിഞ്ഞ വീഡിയോയുടെ. അതായത് എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണ് അല്ലേ. Aij ഇതൊരു മെട്രിക്സ് ആണ്, അതിൻ്റെ സൈസ് m/n ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി VAW എന്ന് പറയുന്നത് രണ്ട് വെക്ടർ സ്പേസുകളാണ്. വി ഇവിടെ ഒരു വെക്ടർ സ്പേസ്, ഇവിടെ മറ്റൊരു വെക്ടർ സ്പേസ് W. ഓക്കെ, അതിൻ്റെ വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? n എന്ന് പറയുന്നത് വിയുടെ ഡയമെൻഷൻ, m എന്ന് പറയുന്നത് ആരുടെ ഡയമെൻഷൻ? ആ W-ൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഒരു n എലമെൻറ്റ് ബേസ് ഉണ്ടാവും. നമുക്കത് ഒരു V1 V2 എക്സെട്ര Vn എടുക്കാം. അതാണ് നമ്മുടെ ക്യാപിറ്റൽ വിയുടെ ബേസിസ്. സിമിലർലി നമ്മൾ W-ൻ്റെ ഡയമെൻഷൻ m ആയതുകൊണ്ട് അവിടെ ഒരു W1 എക്സെട്ര Wm എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ അവിടുത്തെ ബേസ് എലമെൻറ്റ്. ഓക്കെ, ഇനി ഈ രണ്ട് കാര്യങ്ങൾ അപ്പം വിക്ക് ഒരു ബേസ് ഉണ്ട്, W-നൊരു ബേസ് ഉണ്ട്. T എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വിയുടെ ബേസിസിൽ നിന്നും W-ലേക്കുള്ളൊരു മാപ്പ്. ഓക്കെ, എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? ആ വിയുടെ ബേസിസ് എലമെൻറ്റിൽ നിന്നും. ഓക്കെ, T എന്ന് പറയുന്ന മാപ്പ് എവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ B എന്ന് പറയുന്നത് വിയുടെ ബേസിസ് എലമെൻറ്റാണ്. ഓക്കെ, ഇവിടെ നിന്ന് W-ലേക്കുള്ള ഒരു മാപ്പാണ് T. നമ്മുടെ ഫംഗ്ഷൻ പഠിച്ചില്ലേ, നമ്മൾ ഏതൊരു ഫംഗ്ഷനെയും എക്സ്റ്റെൻഡ് ചെയ്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റാം എന്ന് പഠിച്ചില്ലേ? സെയിം സാധനമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ബേസിസ് എലമെൻറ്റുകൾക്ക് മാത്രം എന്ത് ചെയ്യുന്നു? നമ്മളെ മാപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ മാപ്പിംഗ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ T ഓഫ് V1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. T ഓഫ് V1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? A11W1 പ്ലസ് A12W2 A21W2 പ്ലസ് എക്സെട്ര AM1WM. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ആ പാറ്റേൺ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുവാണെങ്കിൽ A11 A21 എക്സെട്ര AM1. ഓക്കെ, ഇവിടെ വരുവാണെങ്കിൽ A12 A22 AM2. ഓക്കെ, ഇവിടെ വരുവാണെങ്കിൽ A1n A2n എക്സെട്ര AMn. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ സൈസ് ഓഫ് മെട്രിക്സ് ആയി. ഓക്കെ, നമ്മൾ T ഓഫ് V1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? T ഓഫ് V1 ഇത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അതാണ് ഇരിക്കുന്നത് A11W1 പ്ലസ് എക്സെട്ര AM1WM എന്ന് പറയുന്നത്. ഇത് ഉറപ്പായിട്ടും എവിടുത്തെ എലമെൻ്റാണ്? നമ്മുടെ W എലമെൻ്റാണ്. നെക്സ്റ്റ് അവർ അതിൻ്റെ സമ്മേഷൻ നൊട്ടേഷൻ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് പറയട്ടെ. ഇനി അപ്പം സിമിലർലി TV2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? TV2 കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കും. ഓക്കെ, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എലമെൻറ്റ് TVN നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഇത് A11W1 A21W2 എക്സെട്ര AMnWn. ഓക്കെ, അതാണ് ഈ കിടക്കുന്നത്. സോ അതിന് നമ്മൾ സമ്മേഷൻ ആക്കി ഇങ്ങനെ എഴുതി. ഇപ്പോൾ ആക്ച്വലി നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ കിട്ടി. എവിടുന്ന്? നമുക്കൊരു ഫംഗ്ഷൻ കിട്ടി നമ്മുടെ വിയുടെ ബേസിസിൽ നിന്നും കേട്ടോ. വിക്കകത്തു നിന്നല്ല, വിയുടെ ബേസിസിൽ നിന്നും W-ലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, അതാണ് അവർ പറയുന്നത്. നോട്ടീസ് ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ ബേസിസ് വെക്ടേഴ്സ് ഈസ് ഇൻ TVJ. ഓക്കെ, ആർ എക്സാക്ട്ലി ദ എൻട്രീസ് ഓഫ് ദി jth കോളം ഓഫ് ദ മെട്രിക്സ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അതോടെ ഇങ്ങനെ നമ്മളിപ്പം പറഞ്ഞില്ലേ, ആ പ്രൊസീജിയറിനെ പറ്റിയാണ് അവർ ഈ ലൈൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡ്യൂ ടു തിയറം 2.8 നമ്മൾ 2.8 തിയറത്തിൽ എന്താ പഠിച്ചിരുന്നത്? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു യുണീക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് കണ്ടെത്താൻ പറ്റും? ആ വിയിൽ നിന്നും W-ലേക്ക് കണ്ടെത്താൻ പറ്റുമെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ എന്താ? നിലവിൽ നമുക്ക് വിയുടെ ബേസിസിൽ നിന്നും W-ലേക്കുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ബി മാറ്റിയിട്ട് എന്താക്കി മാറ്റണം? വിയിൽ നിന്നും W-ലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് LT മീൻസ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുള്ള നമ്മുടെ പരിപാടി എന്താണ്? നമ്മളൊരു ആർബിട്രറി റാൻഡം എലമെൻറ്റ് എക്സ് എവിടെ ചൂസ് ചെയ്യും? വിയിൽ ചൂസ് ചെയ്യും. അതാണ് അവർ ഇരിക്കുന്നത്. ടേക്ക് എനി വെക്ടർ ഇൻ വി, ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് വി.
അപ്പം വിയിൽ നമ്മളൊരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് കഴിഞ്ഞാൽ ആ എക്സലിനെ നമുക്ക് ആരാ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് യൂണീക്കായിട്ട് എഴുതാൻ പറ്റും? അതിൻ്റെ ബേസ് എലമെൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി യൂണീക്കായിട്ട് എഴുതും. ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു α1 v1 പ്ലസ് എക്സെട്ര α(n) vn. അത് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ടി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അതിൻ്റെ ടി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തി? ടി ഓഫ് ഈ എലമെൻറ്റ്, ടി ഓഫ് ഈ സാധനം കണ്ടുപിടിച്ചാൽ മതി. ടി ഓഫ് ഈ സാധനം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ലീനിയാരിറ്റി അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ എഴുതി കാണിക്കാം, ഒരുപാടൊന്നുമില്ല. ടി ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ എന്ത് എഴുതും? ടി ഓഫ് α1 v1 പ്ലസ് എക്സെട്ര α(n) vn. ഇനി ലീനിയാരിറ്റി ഉപയോഗിച്ചിട്ട് തന്നെ ഓക്കെ α(n) tv ഇതെഴുതുന്നു. ഇനി ടി v1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദാ ഈ സാധനം കൊടുക്കാം. ഓക്കെ, ഓൾറെഡി നമ്മളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ ടി vn പകരം നമുക്കത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സാധനം കൊടുക്കാം. അങ്ങനെയാണ് നമുക്കിത് ഈ സ്റ്റെപ്പ് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയി. ഇനി ഈ സ്റ്റെപ്പിൽ അടുത്തിലേക്ക് വരാൻ വേണ്ടി നമ്മളൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തി W1 ആദ്യം എഴുതി, ഒരു WN അവസാനം വരുന്നതിൽ ഒരു റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ് നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടി. ഇപ്പം കിട്ടിയ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു യുണീക്കായിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങളിതിൻ്റെ മൊത്തത്തിലുള്ള എസൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മളിത് ഈ മെട്രിക്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സിൽ തുടങ്ങി. ഈ m/n മെട്രിക്സിനെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കി നമ്മൾ മാറ്റിയെടുത്തു. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അതായത് ഏതൊരു മെട്രിക്സ് ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഒരു യുണീക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്താൻ പറ്റും. വീഡിയോ, അതായത് ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഒരു യുണീക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റാൻ പറ്റും. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ. ഇപ്പം വി എന്ന് പറയുന്നത് FN ക്രോസ് 1 എടുക്കുക, W എന്ന് പറയുന്നത് FM ക്രോസ് 1 എടുക്കുക. അതായത് ചോദിക്കുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കേസ് തന്നെ. ബേസിസിലെ ഡയമെൻഷൻ അപ്പോൾ എത്രയാണ്? N ആണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ഇതിൻ്റെ ഡയമെൻഷൻ M ആണ് ഡയമെൻഷൻ. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെ. ഒരു സ്പെസിഫിക് എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞ് വിത്ത് സ്റ്റാൻഡേർഡ് ബേസിസ് B ആൻഡ് C. അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്നത് എന്തായിരിക്കും? T മാപ്സ് kth സ്റ്റാൻഡേർഡ് ബേസ് എലമെൻറ്റ് ഇൻ FN ടു kth കോളം ഓഫ് A. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി? അതായത് ഇപ്പം ഇവിടെ ഇപ്പോൾ ബേസ് എലമെൻറ്റിനെ നമ്മൾ നേരത്തെ എടുത്ത കണക്ക് v1 v2 എക്സെട്ര vn. ഓക്കെ, ഇതിൽ v1ൻ്റെ ഇമേജ് എന്ത് കിട്ടും? T ഓഫ് v1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്? T ഓഫ് v1 വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ, ഫസ്റ്റ് കോളത്തെ നമ്മൾ ഇപ്പുറത്തെ ബേസ് എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സാധനം. അതായത് A11 W1 പ്ലസ് A21 W2 പ്ലസ് എക്സെട്ര AM1 WM അല്ലേ? അങ്ങനെ നമ്മൾ ഇത് മുകളിൽ ഇരിക്കുന്നില്ലേ ആ സാധനം, ഇതായത്. ഓക്കെ, ഈ രീതിക്ക് കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പം നോക്കിയേ, ഇപ്പം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നുകൂടെ പറയാം. ഒരു മെട്രിക്സിൽ നിന്നും അല്ലേ? നമ്മൾ ഫോർ എനി മെട്രിക്സ് എ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T ഡിഫൈൻഡ് എബോവ് ഈസ് കോൾഡ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ദ മെട്രിക്സ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് വാക്ക്. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡ്യൂസ്ഡ് ബൈ ദ മെട്രിക്സ്. ഇൻഡ്യൂസ്ഡ് ബൈ ദി മെട്രിക്സ്. അതിന് കാരണം എന്താ? ഇൻഡ്യൂസ് എന്ന് വെച്ചാൽ അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത സെൻസിൽ. അതായത് ഒരു മെട്രിക്സ് ഉണ്ടായിരുന്നു, ആ മെട്രിക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? കൺസ്ട്രക്ട് ചെയ്തെടുത്ത ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതാണ് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ദ മെട്രിക്സ്. അതുകൊണ്ട് ചില സംഭവങ്ങളിൽ സിറ്റുവേഷനിൽ നമ്മൾ T എന്ന് വെറുതെ എഴുതുന്നതിന് പകരം Tയുടെ താഴെ ഒരു എയും കൂടെ കൊടുക്കും. കാരണം നമ്മുടെ ആ മെട്രിക്സ് എന്നുള്ളതും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രീഡിയം. ഓക്കെ, അത്രയാണ് കാര്യം. ഇനി നമ്മുടെ വിയും ഡബ്ല്യുവിനെ പറ്റി ഒന്നുകൂടെ പറയാം. വിയുടെ ഡയമെൻഷൻ എത്രയായിരുന്നു? വിയുടെ ഡയമെൻഷൻ N ആയിരുന്നു. ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എത്രയായിരുന്നു? M ആണ്. ഓക്കെ, ഇതിൻ്റെ ബേസിനെ നമ്മൾ B എന്ന് വിളിച്ചു, ഇതിൻ്റെ ബേസിനെ നമ്മൾ C എന്ന് പേരിട്ട് വിളിച്ചു അല്ലേ? C എന്ന് പേരിട്ട് വിളിച്ചു. ഓക്കെ, ആ മെട്രിക്സിൻ്റെ സൈസ് എത്രയായിരുന്നു? ആ മെട്രിക്സിൻ്റെ സൈസ് M/N ആയിരുന്നു. കാരണം ഈ കണക്കുകൾ തമ്മിലൊരു ബന്ധമുണ്ട്.
ഇവിടുത്തെ ഡബ്ല്യുവിൻ്റെ ബേസ് എലമെൻറ്റുകളുടെ എണ്ണമാണ് എം, വിയുടെ ബേസ് എലമെൻറ്റുകളുടെ എണ്ണമാണ് എൻ. അതിൽ നിന്നാണ് ഇത് ഈ m/n കണക്റ്റ് ആയിരിക്കുന്നത്. പിടിയോ? അതായത് ഈ m/n മെട്രിക്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ടോട്ടലി ഈ രീതിയിൽ കണക്ട് ചെയ്ത്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2/3 മെട്രിക്സ് ഉണ്ടെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണെന്നറിയോ? F3/1 to F2/1, അല്ലെങ്കിൽ നമ്മൾ വേണേൽ സിമ്പിളായിട്ട് R3 നിന്നും R2ലേക്ക്, അതാണ് 2/3. ഐഡിയ മനസ്സിലായി? ഓക്കെ, ഡയമെൻഷൻ്റെ കണക്കും മെട്രിക്സിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനുകളുടെ കോമ്പിനേഷൻ, നമ്മുടെ ഫംഗ്ഷൻ കോമ്പിനേഷൻ ഇല്ലേ, അല്ലെങ്കിൽ ഫംഗ്ഷൻ കോമ്പോസിഷൻ, നമ്മുടെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ഇല്ലേ, ആ കോമ്പോസിഷൻ എന്ന് പറയുന്നതും എഗെയിൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് യുവിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ആര്? T1. ഇനി യുവിൽ നിന്നും വിയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് T1. ഇനി വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ആര്? T2. എങ്കിൽ യുവിൽ നിന്നും ഡബ്ല്യൂയിലേക്ക് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഒരു ഫംഗ്ഷൻ കോമ്പോസിഷൻ. അത് തന്നെയാണ് നമ്മൾ സാധാരണ എന്ത് എഴുതുന്നത്? T2 കോമ്പോസിഷൻ T1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടി എന്ന് പേരുള്ളൂ. ഈ T2 കോമ്പോസിഷൻ T1 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടി, നമ്മുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പം നമ്മുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ T2 കോമ്പോസിഷൻ T1 ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സാറാണ്? T2 ഓഫ് T1x. ഓക്കെ, അല്ലെങ്കിൽ ഈ T2 കോമ്പോസിഷൻ T1 നമ്മൾ വിളിച്ച പേരാണല്ലോ ടി. സോ T ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് T ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സാധനം എന്താണെന്നാണ് പറയുന്നത്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അത് നമ്മുടെ കോമ്പോസിറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് എലമെൻറ്റുകൾ യുവിൽ ചൂസ് ചെയ്യുക. അതാണ് സ്മോൾ യും സ്മോൾ വി. ഒരു സ്കെയിലർ ഫോം എടുക്കുക. ഇനി നമുക്ക് T ഓഫ് യു പ്ലസ് വി കണ്ടുപിടിക്കുക. T ഓഫ് യു പ്ലസ് വി എന്ന് വെച്ചാൽ എന്താ? ബൈ ഡെഫിനിഷൻ നമ്മൾ എന്ത് എഴുതും? T2 ഓഫ് T1 ഓഫ് യു പ്ലസ് വി. ഇനി ഞാൻ പറഞ്ഞ എഴുതി കാണിക്കാം. T ഓഫ് യു പ്ലസ് വി. T ഓഫ് യു പ്ലസ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താ? T2 ഓഫ് ഇനി നമുക്കറിയാം T1 എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ T1 ഓഫ് യു പ്ലസ് വിയെ നമുക്ക് എങ്ങനെ എഴുതാം? T1 യു പ്ലസ് T1 വി എഴുതാലോ. ഇനി എഗെയിൻ നിങ്ങൾ T1 യുവിനെയും T1 വിയെയും രണ്ട് വെക്ടറായിട്ട് മാത്രം കാണുക. T2 എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതി പിടിയിട്ടോ. ഓക്കെ, ഈ T2 ഓഫ് T1 എന്ന് എഴുതി തന്നെയാണ് നമ്മൾ സിമ്പിളായിട്ട് T ഓഫ് യു എന്ന് എഴുതും. ഇതിന് നമ്മൾ T ഓഫ് യു. ഇപ്പം നമുക്ക് കിട്ടി T ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് T ഓഫ് യു പ്ലസ് T ഓഫ് വി എന്നുണ്ട്. സിമിലർലി നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം? ആ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ നമ്മുടെ T എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, കഴിഞ്ഞു. അപ്പം നമ്മൾ പഠിച്ചത് കോമ്പോസിറ്റ് അല്ലേ? രണ്ട് ട്രാൻസ്ഫോർമേഷൻ T1 ഉം T2 ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് T2 കോമ്പോസിഷൻ T1 അല്ല ഉണ്ടാക്കി. ഓക്കെ, T2 കോമ്പോസിഷൻ T1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്നറിയാം, ഇതിന് നമുക്ക് വേറെ നമ്മൾ മെട്രിക്സിൻ്റെ രീതിയിലാണ് നമ്മൾ ഇനി കണക്കാക്കാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു മെട്രിക്സ് ഉണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് എന്തുണ്ട്? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോമ്പോസിറ്റുമായിട്ട് ഇതിനെന്താ ബന്ധം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മെട്രിക്സ് ഉണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന ഈ മെട്രിക്സ്, അടുത്തത് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സൈസ് എത്രയാണ്? m/n ആണ്. എയുടെ സൈസ് m/n ആണ്. രണ്ടാമത്തെ ബിയുടെ സൈസ് എത്രയാണ്? r×m ആണ്. ഓക്കെ, അപ്പം ഇനി യു വി ഡബ്ല്യു എന്ന് പറയുന്നത് വെക്ടർ സ്പേസുകളാണ്. യു വി ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസുകളാണ്. അതിൻ്റെ ഓരോത്തിൻ്റെയും ഡയമെൻഷൻ, ഇതിൻ്റെ ഡയമെൻഷൻ n, ഇതിൻ്റെ ഡയമെൻഷൻ m, ഇതിൻ്റെ ഡയമെൻഷൻ r. ഞാൻ നേരത്തെ പഠിപ്പിച്ചു വെച്ചാൽ അറിയാം, m×n ആണെന്നുണ്ടെങ്കിൽ യുവിൻ്റെ ഡയമെൻഷൻ n ഉം വി ഡയമെൻഷൻ m ആണെങ്കിൽ ഈ മാപ്പ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും?
ആ യുവിൽ നിന്നും ആ വിയിലേക്കായിരിക്കും. യുവിൽ നിന്ന് വിയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് ആയിരിക്കും ആര്, ഈ എ എന്ന് പറയുന്നത്. കാരണം എന്നാലല്ലേ എം ക്രോസ് തന്നെ എടുത്തുള്ളൂ. ഇനി വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡയമെൻഷൻ നിങ്ങൾ നോക്കുക, എമ്മും ആറും ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എത്രയായിരുന്നു, ആ ആർ ക്രോസ് എം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കിട്ടിയോ? അതാണ് അവർ താഴെയിരിക്കുന്നത്. E1 എന്ന് പറയുന്നത് U1 അപ് ടു UN. ഓക്കെ, E2 എന്ന് പറയുന്നത് V1 അപ് ടു VM. E3 എന്ന് പറയുന്നത് W1 അപ് ടു WR. അത് എല്ലാം ഓൾറെഡി ബേസ് ഓഫ് U, V, W റെസ്പെക്റ്റീവ്ലി. എങ്കിൽ TA എന്ന് പറയുന്നതാണ് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ആ യുവിൽ നിന്നും വിയിലേക്കുള്ളത്. ഇനി TB എന്ന് പറയുന്നത് വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്ക്. കാരണം മെട്രിക്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ TA എന്നും TB എന്നും പേര് കൊടുത്തത്. പിടിയോ? അതാണ് TA-യും TB-യും. ഓക്കെ, നമ്മൾ തൊട്ടു മുമ്പ് കണ്ട് TA ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, TB-യും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ TB കോമ്പോസിഷൻ TA എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? TB കോമ്പോസിഷൻ TA എന്ന് പറയുന്നത് യു നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എങ്കിൽ അതിൻ്റെ മെട്രിക്സ് ആരാണ് നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതിനൊരു മെട്രിക്സ് ഉണ്ടാവുമല്ലോ. ഈ TB കോമ്പോസിഷൻ TA എന്ന് പറയുന്ന ആൾക്കും എന്തുണ്ടാവും, ഒരു മെട്രിക്സ് ഉണ്ടാവും. ആ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ബേസ് എലമെൻറ്റുകളുടെ ഇമേജ് നോക്കിയാൽ മതി. നമ്മൾ അങ്ങനെയല്ലേ ഇവിടെ പഠിച്ചത്, ഇവിടെ നമ്മൾ ഇന്ന് തുടങ്ങിയത്. ഓക്കെ, ഇത് ഇവിടെ നോക്കിയാൽ മതി. കണ്ടോ, ഈ TV1-ൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, A11, A12, AM1. അത് നമ്മുടെ ഫസ്റ്റ് കോളമാണ്. അങ്ങനെ TVN അതിൻ്റെ കോഎഫിഷ്യൻസ് ആരാ ആക്ച്വലി വന്നിരിക്കുന്നത്, അത് നമ്മുടെ ആ ലാസ്റ്റത്തെ കോളമാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇത് നോക്കിയാൽ മതി. ഈ T(E1), T(E2), etc. T(VN) നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും, ആ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ആ മെട്രിക്സ് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇത് കണ്ടുപിടിക്കാൻ പോകണം. ഏത്, ഓരോ ബേസ് എലമെൻറ്റുകളും കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി TB കോമ്പോസിഷൻ TA ഓഫ് UJ, ബൈ ഡെഫിനേഷൻ അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, TB ഓഫ് TA UJ. TA UJ എന്ന് വെച്ചാൽ നമുക്കറിയാം, കാരണം നമ്മുടെ കയ്യിൽ മെട്രിക്സ് ഉണ്ടല്ലോ, TA-യുടെ മെട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ A എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കയ്യിലുണ്ടല്ലോ. A എന്ന് പറഞ്ഞ മെട്രിക്സ് ഉള്ളതുകൊണ്ട് TA UJക്ക് വരെ നമുക്ക് ഇതങ്ങോട്ട് എഴുതാം. പിടിയോ? ഇനി അപ്പം ഇതെഴുതിയോട് മനസ്സിലല്ലോ, TA UJ നമുക്കറിയാം, കാരണം A എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്കറിയാം. A എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ അപ്പം നമ്മുടെ ആ ജേത്ത് കോളമായിരിക്കും, ജേത്ത് കോളത്തിലെ എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ വരണ്ടേ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ഇതിൻ്റെ ജേത്ത് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അപ്പം A1J എക്സെട്ര A2J, മനസ്സിലായോ? ഈ രീതിയിലുള്ള എലമെൻറ്റ് അതാണ് ഈ എഴുതിയിരിക്കുന്ന ലീനിയർ കോമ്പിനേഷൻ എഴുതിയിരിക്കുന്നത്. ഇനി ലീനിയാരിറ്റി പ്രകാരം ഓക്കെ, അപ്പം ഇത് എഴുതിക്കുന്നത് അങ്ങനെയാണ് TA UJക്ക് വരാം. ഇവിടെ നമ്മൾ എന്താ എഴുതിക്കുന്നത്, ആ ലീനിയർ ആണെന്നുള്ള ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. നമ്മളതുകൊണ്ട് സ്കെയിലാർസിന് ഔട്ട്സൈഡ് എടുത്തു. ഇപ്പോൾ നമുക്ക് TB(VK) വന്നില്ലേ. ഇനി അഗെയിൻ TB(VK) ആരാണെന്ന് നമുക്കറിയാം. TB(VK) ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പാടൊന്നുമില്ല. നമ്മുടെ മെട്രിക്സിൻ്റെ Kth കോളത്തിലെ എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷൻ, അതാണിത് ഈ ബോക്സിൻ്റെ അത് എഴുതിയിരിക്കുന്നത്. പിടിയോ? ഇനി ഇതിനെ കമ്പൈൻ ചെയ്തു, അപ്പോൾ നമുക്കിതാ ഇത് കിട്ടി. ഓക്കെ, സോ നമുക്കപ്പം TB കോമ്പോസിഷൻ TA UJ ആരാണെന്ന് നമുക്ക് ഏകദേശം കിട്ടി. അത് നമുക്ക് വരാൻ പോണത് I = 1 to R, K = 1 to M, BIK AKJ അല്ലേ, ഇൻറ്റു WI. ഓക്കെ, മനസ്സിലായി? അപ്പം ഇതാണ് നമ്മുടെ ആ മെട്രിക്സിൻ്റെ എൻട്രി. പിടിയോ? ആ മെട്രിക്സ് ഇതാണ് നമുക്ക് മെട്രിക്സ്. അപ്പം ആ മെട്രിക്സിൻ്റെ ജേത്ത് കോളം, കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് UJ അല്ലേ, ഇവിടെ ആയിരിക്കുമ്പോൾ ജേത്ത് കോളത്തിലുള്ള എൻട്രീസ് വരാൻ പോകുന്ന ഈ പാറ്റേണിലായിരിക്കും. അതിൽ Iക്ക് 1 കൊടുക്കുമ്പം ഫസ്റ്റ് ആൾ കിട്ടും. Iക്ക് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സിഗ്മ K = 1 to N B1K അല്ലേ, AKJ, കാരണം Iക്ക് 1 കൊടുത്തു. അടുത്തത്
ഐക്ക് 2 കൊടുക്കുന്നു. ഐക്ക് 2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക്കലി കിട്ടാൻ പോണത് തരാം B2K AKJ. മനസ്സിലായോ? ഈ ഒരു പാറ്റേൺ കിട്ടും. ഇത് ഈ സാധനം അപ്പം നോക്കി ഓരോ എൻട്രി ഇങ്ങനെ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ മെട്രിക്സ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെ ആയിരിക്കും. നമ്മുടെ പ്രോഡക്റ്റ് മെട്രിക്സ് എടുക്കുമ്പോൾ കിട്ടുന്ന ബിയും എയും തമ്മിൽ നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. ഈ മെട്രിക്സ് ഒരിക്കുന്നത് അതാണ്. അതായത് ഈ ടി കോമ്പിനേഷൻ ആയിട്ട് ഇടുന്ന സാധനം ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ദ മെട്രിക്സ് BA ആണ്. ഓക്കെ, അതാണ് സംഭവം. അതാണ് ഇങ്ങനെ എൻട്രീസ് ഇരിക്കുന്നത്. ഞാൻ നിൻ്റെ ഓവറോൾ ഐഡിയ പറഞ്ഞുതരാം. ഓവറോൾ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ TA എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഇത് ഇൻഡ്യൂസ്ഡ് ബൈ A ആണ്. ഇനി TB എന്ന് പറയുന്ന മറ്റൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ B ആണ്. നമുക്കറിയാം ഇതിൻ്റെ കോമ്പിനേഷൻ TB കോമ്പോസിഷൻ TA എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഡെഫിനറ്റ്ലി ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അറിയാം. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്ച്വലി എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BA എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇല്ലേ, ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാണ്. നിങ്ങൾക്ക് 2 മെട്രിക്സ് അറിയാം. നമുക്കറിയാം ഓരോ മെട്രിക്സ് ഓരോ ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം A റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്, B റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. എങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് എന്താണ്? നമ്മുടെ ഫങ്ഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ ട്രാൻസ്ഫോർമേഷനാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവരും പറയുന്നത്. കോമ്പോസിഷൻ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കോമ്പോസിഷൻ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ ഇപ്പം പഠിച്ചത്? A and B are matrices with the product BA. Then the induced linear transformation BA എന്ന് പറയുന്നത് എന്താണ്? It's a composition of the linear transformation TB and TA. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്ന കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ.